ആലപ്പുഴ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം മനുഷ്യന്റേതെന്ന് പോലീസ്. വീട്ടുടമസ്ഥൻ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. 2 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ കാണാതായ ബിന്ദു പത്മനാഭൻ, 2024 കാണാതായ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ. 2 കേസുകളിലെയും അന്വേഷണം എത്തി നിൽക്കുന്ന ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടാണിത്. രണ്ടേക്കറിൽ കാടുപിടിച്ച സ്ഥലത്തെ വീട്ടുവളപ്പിൽ നിന്നാണ് കത്തിച്ച നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. മനുഷ്യന്റേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മറ്റു മരണങ്ങൾ ഉണ്ടാകാത്ത വീട്ടിൽ ആരുടേതാണ് അസ്ഥികൂടം? ജൈനമ്മയുടെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ പ്രദേശമാണ്. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു കേസിലും യാതൊരു തുമ്പുമില്ല. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ 2 പേരെയും അറിയില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴിയെ തിരുത്തുന്ന ഫോൺ വിളി ബന്ധത്തിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സംശയം വർദ്ധിപ്പിക്കുന്ന പ്രതികരണമാണ് സെബാസ്റ്റ്യന്റെ അയൽവാസികളുടേതും. സ്ത്രീ വിഷയത്തിൽ അയാൾ വളരെ ആക്റ്റീവാണ്. പല ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവന്റെ വിഷയത്തിന്, സ്ത്രീ വിഷയത്തിൽ വന്ന പെൺകുട്ടിയത്തിന്റെ വിഷയം സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പൊതുപ്രവർത്തനം നിലയ്ക്ക് മദ്യപാനമാണ് പുള്ളിയുടെ ഹോബി. പിന്നെ ഈ വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് പുള്ളി സ്ത്രീകളെ സമീപിച്ച് അവരുടെ സ്വത്ത് കൈക്കലാക്കുക. അതേസമയം വീട്ടിനകത്തെ ഹാളിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. പുതുതായി പണിത ഗ്രാനൈറ്റും ദുരൂഹത ഉയർത്തുന്നു. അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്താൻ DNA പരിശോധനയും നടത്തും. പ്രായം 60 കഴിഞ്ഞതും അസുഖങ്ങളും സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലിന് തിരിച്ചടിയാകുന്നുണ്ട്. പോലീസ് വലയിൽപ്പെട്ട സെബാസ്റ്റ്യന് ഏറെ നാൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവില്ല. ജൈനമ്മയ്ക്കും ബിന്ദു പത്മനാഭനും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ക്യാമറമാൻ ദീപക്കിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം, ആലപ്പുഴ.